ഏറ്റവും വലിയ മദർഷിപ്പായ MSC തുർക്കി വിഴിഞ്ഞം തുറമുഖത്തെത്തി. 399.9 മീറ്റർ നീളവും 61.3 മീറ്റർ വീതിയുമുള്ള കപ്പൽ 24,346 കണ്ടെയ്നറുകളുമായാണ് വിഴിഞ്ഞത്തെത്തിയത്. ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ അൾട്രാ ലാർജ് ഇനത്തിൽപ്പെട്ട MSC തുർക്കി ഇന്ന് വൈകുന്നേരം 5:15 ബർത്തിങ് പൂർത്തിയാക്കിയത്. പുറംകടലിൽ നിന്നും വാട്ടർ സല്യൂട്ട് നൽകി ആവേശകരമായ വരവേൽപ്പാണ് കപ്പലിനൊരുക്കിയത്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. നമുക്കിപ്പോൾ അരുൺ സോളമൻ ചേരുന്നുണ്ട്. അരുൺ സോളമൻ, ഒരുപാട് കപ്പലുകൾ തീരമണിഞ്ഞെങ്കിലും ബർത്തണിഞ്ഞെങ്കിലും MSC ടർക്കിയുടെ വരവ് ഒന്നൊന്നര വരവായിരുന്നു. രാജകീയമായ വരവേൽപ്പാണ് നമ്മൾ നൽകിയത്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ അങ്ങനെ നമ്മുടെ വിഴിഞ്ഞത്തെത്തിയിരിക്കുകയാണ് 24,000-ലധികം കണ്ടെയ്നറുകളുമായി. അല്ലേ അരുൺ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സംബന്ധിച്ച് ചരിത്രപരമായിട്ടുള്ള 2 നേട്ടങ്ങളാണ് ഇന്ന് കൈവരിച്ചിരിക്കുന്നത്. ഇതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ അനുവദിച്ച 817 കോടി രൂപയുടെ BGF സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കരാർ ഒപ്പുവച്ചതാണ്. ഇന്ന് തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ മന്ത്രി VN വാസവന്റെ അധ്യക്ഷതയിലാണ് 2 കരാറുകളാണ് ഒപ്പുവച്ചത്. ഇതിൽ ഒന്നാമത്തേതാണ് BGFുമായി ബന്ധപ്പെട്ടത്. അതിൽ കേന്ദ്രവും അദാനി വിഴിഞ്ഞം പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും ബാങ്ക് കൺസോർഷ്യവും തമ്മിലുള്ള ത്രികക്ഷി കരാറാണ് ആദ്യം ഒപ്പുവച്ചത്. തൊട്ടു പിന്നാലെ ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ലാഭവിഹിതം സംബന്ധിച്ച് 20% കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ കൈമാറാം എന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. അത് സംബന്ധിച്ചുള്ള ഒരു കരാർ ഇപ്പോൾ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനാണ് ഒപ്പുവച്ചിരിക്കുന്നത്. ഇങ്ങനെ 2 കരാറുകൾ ഒപ്പുവച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെ ഇപ്പോൾ പഴയ കരാറുകൾ മാറി. അതായത് നേരത്തെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ലാഭവിഹിതം 15 വർഷത്തിന് ശേഷമാണ് സംസ്ഥാന സർക്കാരിന് കിട്ടുകയുള്ളൂ എന്നുള്ളതായിരുന്നു. അതിപ്പോൾ മാറിയിരിക്കുന്നു. ഇതിന് പിന്നാലെ 2034 ആകുമ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിന് ലാഭവിഹിതം കൈപ്പറ്റാൻ കഴിയും. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ ഒന്നാം ഘട്ടം പണികൾ പൂർത്തിയാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലാഭവിഹിതം കണക്കാക്കിയിരിക്കുന്നത്. ഇതിനോടകം ഇപ്പോൾ BGF കരാർ ഒപ്പുവെക്കുമ്പോൾ ഒന്നാം ഘട്ടം പണികൾ എല്ലാം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതിന് പിന്നാലെ ഇപ്പോൾ ഇനി 2, 3, 4 ഘട്ടങ്ങൾ ഇനി അദാനി വിഴിഞ്ഞം പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് 10,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തുക. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2034 മുതൽ സംസ്ഥാന സർക്കാരിന് ലാഭവിഹിതം കിട്ടുക എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏറെ കാത്തിരിക്കേണ്ടി വരില്ല. 2028 ഡിസംബറോട് തന്നെ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകും. പണികളെല്ലാം പൂർത്തിയാക്കുമെന്നുള്ള ഉറപ്പ് അദാനി ഗ്രൂപ്പ് നൽകിയിരിക്കുകയാണ്. മറ്റൊന്ന്, ഇന്നിപ്പോൾ വിഴിഞ്ഞത്തെത്തിയ ഏറ്റവും വലിയ കൂറ്റൻ മദർഷിപ്പായിട്ടുള്ള MSC തുർക്കി എന്ന് പറയുന്ന മദർഷിപ്പാണ്. 24,346 കണ്ടെയ്നറുകൾ വഹിക്കാൻ കഴിയുന്ന മദർഷിപ്പാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 399.9 മീറ്റർ നീളവും 61.3 തുറമുഖത്തെ സംബന്ധിച്ച് 2 കാര്യങ്ങൾ ഇന്ന് ചരിത്രം കുറിച്ചു. ഒന്ന്, 817 കോടി രൂപയുടെ കേന്ദ്രം സഹായമായി തരാമെന്ന് പറയുകയും എന്നാൽ അവസാനം വായ്പയെ മാത്രം നൽകുകയും ചെയ്ത 817 കോടി രൂപയുടെ വൈബിലിറ്റി ഗ്യാപ് ഫണ്ടിന്റെ പേരിൽ ഇന്ന് കരാർ ഒപ്പുവച്ചിരിക്കുന്നു. മറ്റൊന്ന്, ലോകത്തെ തന്നെ ഏറ്റവും വലിയ മദർഷിപ്പ് MSC തുർക്കി ഇന്ന് തീരമണിഞ്ഞിരിക്കുന്നു. ബർത്ത് എത്തിയത് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ്. 24,000-ലധികം കണ്ടെയ്നറുകളുമായിട്ടാണ് ലോകത്തെ തന്നെ ഏറ്റവും വലിയ മദർഷിപ്പിന്റെ വരവ്. രാജകീയം.